കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് അദ്ദേഹം മറന്നുപോയി എന്ന് തോന്നുന്നു. ദ റിയൽ കേരള സ്റ്റോറി എന്താണ് എന്ന് നാട്ടുകാർക്കറിയാം. അത് BJP മാത്രമല്ല, UDFും കോൺഗ്രസും 4 വോട്ടിന് വേണ്ടി ഇങ്ങനെയൊരു സാമുദായിക വിഭജനം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. പരസ്യപ്രചരണത്തിന്റെ ഏറ്റവും അവസാന നിമിഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കാട്ടാക്കടയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി IB സതീഷ് നമുക്കൊപ്പം ചേരുകയാണ്. വാശിയേറിയ പ്രചരണ മത്സരമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഏറ്റവും അവസാന നിമിഷം എങ്ങനെയാണ് ഒരു വിജയപ്രതീക്ഷ? കൊടുംചൂടിൻ്റെ നാളുകൾ പിന്നിട്ട് അവസാന ദിവസം എത്തിയിരിക്കുന്നു. ഇടതുപക്ഷത്തിന് ആത്മവിശ്വാസം നൽകുന്ന അനുഭവങ്ങളാണ് ഫീൽഡിൽ നിന്ന് നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. വിജയം ഉറപ്പിക്കാവുന്ന അനുഭവങ്ങളാണ്, വർത്തമാനങ്ങളാണ് ചുറ്റിലും കേൾക്കുന്നത്. എല്ലാവരുടെയും മുഖത്ത് സന്തോഷമുണ്ട്. കഴിഞ്ഞ 10 വർഷം കേരളം കൈവരിച്ച നേട്ടങ്ങൾ ഞങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തി. ആ 10 വർഷത്തിന് മുമ്പുള്ള കാര്യം കൂടി ഞങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തിയിരുന്നു. അപ്പോഴാണ് ഈ 10 വർഷത്തിൻ്റെ ഒരു പ്രാധാന്യം, പ്രത്യേകത ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. ഇപ്പം മണ്ഡലത്തിൽ നമുക്കറിയാം 10 വർഷം തങ്ങൾ MLA ആയിരുന്നു. അപ്പോൾ അവിടെ ഉയർത്തുന്ന ഏറ്റവും പ്രധാന ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് വികസനമില്ല എന്നൊരു കാര്യം അവരിങ്ങനെ ആരോപിക്കുന്നുണ്ടായിരുന്നു. UDF ആയാലും ND ആയാലും ആ ഒരു പ്രതിരോധം അതിനൊക്കെ മറികടക്കാൻ ഈ പ്രചരണ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും. കാരണം അതിന് പ്രത്യേക പ്രചരണ പരിപാടികൾ ആവശ്യമുണ്ടായിരുന്നില്ല. കാട്ടാക്കട മണ്ഡലത്തിലെ 6 പഞ്ചായത്തുകളിലെ 132 വാർഡുകളിലും ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന വികസനങ്ങൾ, അവർ അനുഭവിച്ചറിയുന്ന വികസനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ പ്രചരണം നടത്തേണ്ടി വന്നിട്ടില്ല. പിന്നെ ചില വസ്തുതകൾക്ക് നിരക്കാത്ത ചില പ്രചരണങ്ങൾ അവർ നടത്തി, അതിന് മറുപടി പറയേണ്ടി വന്നിട്ടുണ്ട്. അതുമാത്രമേ ഉള്ളൂ. വികസനത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിൽ നമുക്ക് പ്രചരണം ആവശ്യമായി വന്നു എന്ന് വിചാരിക്കുന്നില്ല. എന്തായിരുന്നു അവർ പ്രധാനമായി ഉയർത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്? ഒന്ന്, ഈ കണ്ടല സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ആ കണ്ടല സർവീസ് സഹകരണ ബാങ്കിലെ പ്രതിസന്ധിക്ക് കാരണക്കാരനായ അന്നത്തെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യണം, നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നവരാണ്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സമരരംഗത്തേക്ക് വന്നു. അതിശയിപ്പിക്കുന്ന തരത്തിൽ വേഗത്തിൽ ഇന്ന് UDFിൻ്റെ ഭാഗമായി അദ്ദേഹം പ്രതിസ്ഥാനത്ത് നിന്നിരുന്നയാൾ മാറിയിരിക്കുന്നു. UDFിൻ്റെ പ്രധാന പ്രചാരകനായി മാറുകയും MLAയും ഗവൺമെൻറ്റുമാണ് ഈ ബാങ്കിൻ്റെ തകർച്ചയ്ക്ക് കാരണം എന്ന നിലയ്ക്ക് പ്രചരണം സംഘടിപ്പിക്കുകയും ചെയ്തു. ഇത് യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് കിട്ടിയൊരു ബോണസാണ്. ജനങ്ങൾ, അവരുടെ നിക്ഷേപകർ, അവരുടെ ദുരിതങ്ങൾക്ക് കാരണമെന്ന് കരുതിയിരുന്ന ഒരാൾ, അയാളെ വളരെ വേഗം UDFിൻ്റെ ഭാഗമാക്കാൻ കോൺഗ്രസിന് മടിയുണ്ടായില്ല. അതിൻ്റെ ലോജിക്ക് എന്താണ് എന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് സംശയമുണ്ട്. അതാണ് പ്രധാനമായും അവർ ഉന്നയിച്ച ഒരു കാര്യം. ഇപ്പം മണ്ഡലത്തിലെ എതിർ സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥി PK കൃഷ്ണദാസ് ഉന്നയിച്ചൊരു കാര്യമുണ്ട്. ലവ് ജിഹാദ് എന്നൊരു പരാമർശം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർത്തി. അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ട് എന്താണ് ആ ഒരു പരാമർശത്തോട് സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളത്? കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് അദ്ദേഹം മറന്നുപോയി എന്ന് തോന്നുന്നു. ദ റിയൽ കേരള സ്റ്റോറി എന്താണ് എന്ന് നാട്ടുകാർക്കറിയാം. അത് BJP മാത്രമല്ല, UDFും കോൺഗ്രസും 4 വോട്ടിന് വേണ്ടി ഇങ്ങനെയൊരു സാമുദായിക വിഭജനം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അത് തിരഞ്ഞെടുപ്പ് തന്ത്രം എന്ന ഒരു ന്യായം മുൻനിർത്തി ഇങ്ങനെ നടത്തുന്ന പ്രചരണങ്ങൾ കേരളത്തിൻ്റെ മതേതരത്വ മനസ്സിലൊരു മുറിവാണുണ്ടാക്കുന്നത് എന്നവർ നിർഭാഗ്യവശാൽ ഓർക്കാതെ പോകുന്നു. അത് ഇനിയെങ്കിലും അത് തിരിച്ചറിയണം. നമുക്ക് ആഗ്രഹിക്കാനല്ലേ കഴിയൂ. അവരുടെ രീതി അതാണ്. BJP ആയാലും കോൺഗ്രസ് ആയാലും അവർ പഠിച്ചു വന്ന രീതി, അവർ നടപ്പാക്കി വരുന്ന രീതി, അവരുടെ ഒരു ശൈലി അതാണ്. അതിൽ നിന്ന് മാറ്റം ഉണ്ടാകണമെന്ന് നമുക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റൂ. അപ്പം ഈ ലവ് ജിഹാദ് പരാമർശം തിരിച്ചടിയാവും, UDFിനും BJPക്കും തിരിച്ചടിയാവും നമുക്ക് പറയാമല്ലേ? BJPക്ക് അത് കാരണം കാട്ടാക്കടയിലെയും കേരളത്തിലെയും ജനങ്ങൾ അവർക്ക് വിശ്വാസ പ്രമാണങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാണ്. പക്ഷേ കേരളം എന്താണ് എന്ന്, മലയാളികൾ എന്താണെന്ന്, മലയാളി സംസ്കാരം എന്താണ് എന്ന് അറിയുന്നവരാണ്. എല്ലാ മതത്തിലും സമുദായത്തിലും ഒക്കെ ജീവിക്കുന്നവർ, വിശ്വസിക്കുന്നവർ. അത് അവർക്ക് വിനയാവുകയല്ലാതെ മറ്റെന്താണ് സംഭവിക്കുക? ഇപ്പം ഏറ്റവും പ്രചരണത്തിൻ്റെ അവസാന ദിവസമാണ്. എങ്ങനെയാണ് ഇന്നത്തെ പ്രചരണ പരിപാടികൾ? എങ്ങനെയാണ് ആളുകളെ കാണുന്ന പരിപാടികളൊക്കെ? പരമാവധി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെ ഫോണിൽ വിളിക്കുക, കാണുക. ഇനി വിട്ടുപോയ ആളുകളുണ്ടെങ്കിൽ അവരെ കാണുക. അവസാനം ഒരു ഓടിയെത്തുക എല്ലായിടത്തും
ഓടിപ്പരക്കുക എന്നുള്ളതാണ് അവസാനം. കൊട്ടിക്കലാശം കൊട്ടിക്കലാശം കാട്ടാക്കടയിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് പ്രവർത്തകരോടൊപ്പം. അപ്പം കഴിഞ്ഞ തവണ 23,000-ന്റെ വലിയൊരു ഭൂരിപക്ഷത്തിലാണ് നമുക്ക് വിജയിക്കാൻ. ഇത്തവണ അത് വീണ്ടും ഉയർത്താൻ കഴിയുമോ? വീണ്ടും വർദ്ധിപ്പിക്കാനാണ് സാധ്യത. അതിനുള്ള പ്രവർത്തനങ്ങളാണ് LDF താഴ്ത്തട്ട് നടത്തിയിട്ടുള്ളത്. അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ഇതുവരെ എല്ലാ ഘട്ടങ്ങളിലും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പരസ്യപ്രചരണത്തിന് ഇനി അവസാനിക്കാൻ ഇനി മണിക്കൂറിൽ മാത്രമേ ബാക്കിയുള്ളൂ. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥികൾ. ഒപ്പം തന്നെ ലവ് ജിഹാദ് പരാമർശം അത് NDAയ്ക്കും BJPക്കും വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും IB സതീഷ് വ്യക്തമാക്കുന്നു. ക്യാമറാമാൻ സിജോയ്ക്കൊപ്പം രജീഷ് നരിക്കുനി, മീഡിയ 1, തിരുവനന്തപുരം.